സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്സ്ട്രാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഞാനൊരു വീട് പകുതി ബിൽഡ് ചെയ്തായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, ആ വീടിൻ്റെ പണിയുടെ പകുതി വെച്ച് ഞാൻ വീട് റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ റെക്കോർഡായില്ല, എന്താണെന്നാവോ. ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വീഡിയോ ഓഫായി കിടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വേഗം സ്പോട്ട് ചെയ്ത് തരണം, എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ വീട് പണി തീർക്കണം. അപ്പോൾ പ്ലാങ്ക് കാര്യങ്ങൾ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. അത് കാരണം പ്ലാങ്ക് വെട്ടാൻ പോകണം. വുഡ് ആറാ എടാ നിക്ക് ഞാനാ എന്താ ഇത് ലുട്ടാപ്പിടെ കുന്തമൊക്കെ പിടിച്ച് വന്നിരിക്കണത്. എടാ നീ ഇത്രയും കാലം എൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുകയായിരുന്ന, നീ ഇത്രയും കാലം ഇവിടെ ജീവിക്കായിരുന്ന ഇത്രയും ദിവസവും. ഇവിടെ ഉള്ളൊരു കാട്ടുവാസിനെ പറഞ്ഞ് പേടിപ്പിച്ചറാ. ഇവിടെ ഏതോ മൃഗം ഏതോ കാലുള്ള ആടാ ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചു. കണ്ടാ നോക്ക്, ഞാൻ ഈ വില്ലേജിൽ തന്നെയാണ് വന്ന് വീണേ. എടാ ഈ വില്ലേജിലെ ആൾക്കാർ എന്നെ വന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കുറെ എന്താണ് മനുഷ്യനെ പോലത്തെ സ്കിൻ വാക്കർ കണക്ക് കുറെ ആൾക്കാരുണ്ട്. അവരൊന്ന് നമ്മളെ തീർക്കും. എടാ നമ്മുടെ സിറ്റിക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും ഓർമ്മയില്ല. നീ പിന്നെ നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പറഞ്ഞൊരു വെള്ളം വന്ന് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആടാ ഞാനൊരു വീട് പണിയാ. നിന്നെ ഞാൻ പ്ലാങ്ക് വേണം. പ്ലാങ്ക് ഇല്ലാതെ ഒരു കളിയുമില്ല. എന്നാലേ ഞാൻ ക്രാഫ്റ്റ് ഒന്ന് പോട്ടെ. എടാ ഒരു 2 നില വീട് പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. നോക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് പ്ലാങ്ക് തരാം. എനിക്ക് ആണ്ടേ എവിടെ? എനിക്ക് കിട്ടിയില്ല. എന്റെ തന്നെ വന്നു. ഇനിയുണ്ടോ? 4 കൂടെ ബാക്കി. ഓക്കേടാ, ഓക്കെ. എന്നെ ഒന്ന് നീ ഫൗണ്ടേഷൻ കെട്ടി കഴിഞ്ഞ് ഇനി ഇങ്ങനെ കുറച്ച് റൂഫും. എടാ ഈ കുന്തത്തിന്റെ ഉപയോഗം ഉണ്ട്. എനിക്കും കിട്ടിയായിരുന്നു. നിനക്ക് പിക്കാക്സ് എന്തെങ്കിലും വേണം? എൻ്റെ ഫുൾ ടൂൾസ് ഉണ്ട്. എന്നാ ഒരു പിക്കാക്സും വേണം. പിന്നെ മറ്റില്ലേ കല്ല് കൊത്തുന്ന അതും വേണം. കല്ല് കൊത്ത് അല്ല, മറ്റേ മരം വെട്ടുന്ന അതും വേണം. അത് നിന്റെ ഒരു ന്യൂ ഹെൽത്ത് ആക്സ് റെഡിയാക്കി തരാമോ? എന്റെ ആക്സിന്റെ ഹെൽത്ത് കുറവാ. ആടാ ഈ വീടൊക്കെ പണിയൊന്ന് കഴിയട്ടെ. ഓക്കെ. ഇനി ഞാൻ പോയി പ്ലാങ്ക് വെട്ടാം. എനിക്ക് വേണ്ടി കുറച്ചും കൂടെ. എടാ എൻ്റെ ഒരു വലിയ പേടി എന്താ വെച്ചൊരു പെട്ടി പോലത്തെ വീടാവുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. നോക്കി നോക്കാം. പെട്ടിയായാലും നമുക്ക് 2 റൂം കിടക്കാനുള്ള പോലെ. തൽക്കാലം നമുക്ക് ഇത്രയും പണിഞ്ഞട്ടെ. എടാ ഇത്രയും ചെറിയ വീടായ സ്ഥിതിക്ക് ഒരു 2 നില കെട്ടോ. ബ്യൂട്ടിക്ക് ഇരിക്കട്ടെ, ഒരു നിലയും കൂടി മേലെ. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആക്കാം. മേലത്തെ ഒരു നില. മേലത്തെ നില നമ്മുടെ സ്റ്റോറേജ് ഏരിയ, മീറ്റ് ഫുഡ് എല്ലാം ഉള്ള സ്റ്റോറേജ് ഏരിയ. അവിടെ ഓരോരോ പെട്ടി ഇങ്ങനെ പണിഞ്ഞോണ്ട്. അവിടെ പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടി പണിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ കിടക്കുന്ന താഴെ ആക്കണം. അതോ വെള്ളം കിടക്കുന്നത് താഴെയാക്കാം. നിനക്ക് എന്താ വേണ്ട? ആക്സ് അല്ലേ? ആക്സ് എന്തായാലും ഞാൻ ഡോറ് ക്രാഫ്റ്റ് ചെയ്യുന്നു. സ്റ്റോൺ ആക്സ് തരാൻ പറ്റുള്ളൂ എപ്പോൾ. എടാ പിന്നെ എനിക്ക് ഡയമണ്ട് ഒക്കെ കിട്ടിയിരുന്നു. ഡയമണ്ട് ഒക്കെ എന്തി? അതൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് അവിടെ ഒരു വില്ലേജറിന്റെ വീട് മോഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇൻകട്ടാക്കാനുള്ള സാധനം പണിയണം കേട്ടോ. അത് മറക്കരുത്, അത് വേണം. ആടാ ഇനി ഡോർ ഇൻകട്ടാക്കാനുള്ള സാധനം നീ പണിയണം. ഇങ്ങട്ട് ഡയമണ്ട് ഇങ്ങട്ടാക്കാൻ പറ്റത്തില്ലടാ. ആടാ എടാ ഡോർ ആക്സ് എനിക്ക് തന്നായിരുന്നു. നല്ലത് കിട്ടി. സോറി, ചീത്ത ആക്സ് ആണ് ഞാൻ കിടക്കുന്നത്. അത് എടുക്കണം. അത് ഞാൻ തന്നെ എടുക്കും. എടാ വെള്ള വുഡ് വേണ്ടല്ലോ, ആവശ്യമുണ്ടോ? വെള്ള വുഡ്
വേണ്ട വേണ്ട, അത് വല്ല ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്യണ ഡോർ വന്ന് എന്താ ചെയ്യണമെന്നൊക്കെ മറന്നു പോകുന്നു. എന്താണോ എടാ ഇത് സെൻട്രലല്ലേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തിരി നമുക്ക് കിടക്കാൻ ഇത്തിരി നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും, വലിയ ആൾക്കാരുടെ ശല്യം വരും. അതാ സത്യം. പിന്നെ പക്ഷെ ഇവിടെ ഉള്ള ഒരേ ഒരു ഡേഞ്ചർ അതാ, ഇവിടെ സോംബീസിന്റെ എണ്ണം കൂടുതലേ ഈ ആടാ. ഇത് കാട് പ്രദേശമല്ലേ, അത് അതാണ് എനിക്കൊരു ഇതുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് കെട്ടണമെന്ന്. പിന്നെ കെട്ടിയാലേ പറ്റുള്ളൂ, വേറെ നല്ല സ്ഥലമൊന്നുമില്ല. പിന്നെ ബീച്ചിന്റെ സൈഡിലൊരു നല്ല ഏരിയ കണ്ടു, അത് ആണോ? ഇനിയിപ്പൊ ഇവിടുന്ന് അടുത്ത് അത് ഇങ്ങോട്ട് മാറ്റുന്നതൊക്കെ വലിയ പണിയല്ലേ, ഇത്ര പണിഞ്ഞു പോയില്ല. അതാ ഇനിയിപ്പോ മാറ്റൊന്നും വയ്യ. എടാ നമ്മുടെ ഫസ്റ്റ് നിലയുടെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി റൂഫും കൂടി പണിഞ്ഞാൽ ഫസ്റ്റ് നില റെഡി. പ്ലാങ്ക് എടാ ഇന്ന് എടാ നീ അറിഞ്ഞില്ലല്ലോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അറിഞ്ഞ നീ ഹലോ ഗീസ് എന്നൊക്കെ പറയുന്ന ഞാൻ കേട്ട്. പക്ഷെ ഞാൻ കേട്ട എങ്ങനെയാണെന്നറിയാവോ, കേട്ടോ, അത് കാരണം ഓടി വന്ന എന്തുവാടാ ലവ്മാരെന്നെ പേടിപ്പിച്ച് വെച്ചിരുന്നടാ. എടാ നീ എവിടെന്നാ, നീ മയങ്ങിപ്പോയായിരുന്നാ? ഞാൻ വെള്ളത്തിൽ മുങ്ങി മയങ്ങിപ്പോയി, എന്നെ ആരോ പിടിച്ച് കരയിലിട്ടത്. ആരാ? ഞാൻ ഒഴുകി 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 ഒരു ബോട്ട് കണ്ടുപിടിച്ച് അരച്ചേ. ബോട്ടിലായിരുന്നു. അല്ല ഞാൻ ഒഴുകി 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 രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു. അടുത്ത സ്റ്റേക്ക് പ്ലാങ്ക്. എടാ നീ പ്ലാങ്ക് കുറച്ചും കൂടി ഉണ്ടായിരിക്കും, നല്ല ആവശ്യമുണ്ട്. ഇപ്പൊ 2 സ്റ്റേക്ക് പ്ലാങ്ക് ഉണ്ട്. ഇനി കുറച്ചു നേരം പണിയാണ്, എന്നിട്ട് പ്ലാങ്ക് ഞാൻ മേളിൽ കയറി വരുന്ന എങ്ങനെയാ ഇപ്പം? നീ കയറി പോയിട്ട് എടാ മേലെ എന്ത് വെക്കണം, ഗ്ലാസ് ആക്കണോ? മേലെ ഗ്ലാസ് സെക്കൻഡ് നേരെ ഗ്ലാസ് ആക്കാം മൊത്തത്തിൽ. നമ്മുടെ ലൂട്ടൊക്കെ ഇരിക്കുന്ന അവിടെ അല്ലേ, അപ്പൊ ലൂട്ട് ഇരിക്കുന്ന സ്ഥലം എപ്പോഴും റിച്ച് ആയിരിക്കും, അത് കാരണം ഗ്ലാസ് ആക്കി ഇതാകുമ്പോ വ്യൂവും കാണാമല്ലോ സെക്കൻഡില്. എടാ സ്റ്റോറിങ് ഏരിയ മാത്രം ആക്കണോ അതോ ചെസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിളും വെക്കണോ? ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ വെക്കാല്ലേ? ക്രാഫ്റ്റിംഗ് ടേബിളും എല്ലാം അങ്ങനത്തെ വക സാധനങ്ങളെല്ലാം അവിടെ വെക്കണം. പിന്നെ നമ്മുടെ മേലത്തെ നിലയില് എല്ലാ ചെസ്റ്റിനും ഓരോ വിഭാഗങ്ങളുണ്ട്. മീറ്റ് ചെസ്റ്റ് ഒരെണ്ണം, വെജിറ്റബിൾ ചെസ്റ്റ് ഒരെണ്ണം, ഫുഡ് ചെസ്റ്റ് ഒരെണ്ണം, നമുക്ക് തിന്നാനുള്ള ഫുഡ് ചെസ്റ്റ് ഒരെണ്ണം, പിന്നെ മറ്റേ അത് മീറ്റ് ചെസ്റ്റിൽ തന്നെ ആഡ് ആയിക്കോളും. പിന്നെ വെജിറ്റബിൾ ചെസ്റ്റിലും അത് ആഡ് ആയിക്കോളും. പിന്നെ മിൽക്ക് ചെസ്റ്റ് ഒരെണ്ണം, പിന്നെ മറ്റേ ബെഡ് മാത്രം വെച്ചാൽ ചിലപ്പോ രസമുണ്ട്. അയ്യോ ഞാൻ എന്തിനാ ഗ്ലാസ് വെക്കണം അവിടെ പണിയുന്നേ, പൊട്ടനാണോ ഞാൻ? പിന്നെ എന്തുവാ നമ്മുടെ ഇത് എന്തുവാ പേരെന്തായിരുന്നു? അത് തന്നെ, നമുക്കൊരു അക്വേറിയം പണിയണം. അത് മേലത്തെ നിലയെ പണിയാണോ താഴത്തെ നിലയെ പണിയാണോ? മേലത്തെ നില ഗ്ലാസ് ആയതുകൊണ്ട് അക്വേറിയം അവിടെ വെച്ചാൽ പുറത്തേക്കുന്നവർക്ക് നല്ല രീതിയിൽ കാണാം. എടാ എല്ലാം കൂടി കൊള്ളത്തില്ല മേലത്തെ നിലയിൽ. എന്നാ മേലത്തെ നിലയിൽ വെക്കാതെ അക്വേറിയം താഴെ വെക്കാം. അക്വേറിയം നമുക്ക് വീടിന്റെ പുറത്ത് അതിനു വേണ്ടിയായിട്ടൊരു സ്ഥലം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സ്ഥലം ഇല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നു, ഈ സ്ഥലത്ത് ഒരു ജൈജാന്റിക് അക്വേറിയം അങ്ങ് പണിയാ. എന്നിട്ട് കാലാകാലങ്ങളിൽ നമ്മൾ ഓഷ്യനിൽ നിന്ന് പിടിക്കുന്ന മീനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിടാലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴെ ആക്കി, ഇല്ലെങ്കിൽ മേലെ ഒന്നും ഇല്ലാണ്ടായി പോകും. എടാ രാത്രിയാവാനായി, പണിയിൽ നിർത്തണം. നീ ഒരു ബെഡ് പെട്ടെന്ന് സെറ്റ് ചെയ്യും, ഞാൻ ഓടി വരില്ല. എടാ അവിടെ വേറെ വീട് കിടക്കുന്നത്, ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ. വീട് ബെഡില്ലേ എന്റെ? ബെഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലടാ. എൻ്റെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പുറകെ ഒരു വീട് കയറി ബാബാ, ഇതാ അവിടെ കിടന്നുറങ്ങിക്കോ ഈ മഞ്ഞ വീട്ടിൽ. ഇറങ്ങിപ്പോടാ. ഇന്നത്തെ പണിയോടെ ഞാൻ നേരെ പോയി മരപ്പെട്ടോ. ഓക്കെ എടാ നമ്മുടെ പ്ലാങ്ക് ഒക്കെ തീരാനായി, 27 പ്ലാങ്കും കൂടെ ഉള്ളു. നീ വേഗം പോയി മരം വെട്ടിക്കുക.
മരം പെട്ടെന്ന് വെട്ടാം നീ പേടിക്കണ്ട. മരം പെട്ടെന്ന് ഇട്ടിട്ട് എടാ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടൊരു വഴി വേണം നമ്മുടെ വീട്ടിലോട്ട് പോവാൻ. ഇത് പോണ വഴി മൊത്തം മരങ്ങളാ. നീ ഞാൻ മരം മാത്രം വെട്ടു, ഈ ഇല നീ വെട്ടിക്കോ. ഓക്കെ, വുഡ് ഇൻവെന്ററി പോയി കിടക്കുവാണോ? വുഡ് ഇൻവെന്ററി പോയി കിടക്കുവാ. 12 പ്ലാങ് കിടക്കും. ഇത് മാറ്റി ഇത് ഇവിടെ കൊണ്ടുപോയി. ഓക്കെ, ഇത് ഇവിടെ കൊണ്ടുപോയി. ഓക്കെ, എടാ എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? എന്താണെന്നറിയാം, ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഒരു വലിയ ഡ്രാഗണൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തിന് ഇതിന്റെ പേരെന്താ വെച്ചാ ഓക്ക്വുഡ് ബിൽഡ് ചെയ്യും. അല്ലേ പ്ലാങ്ക് മാത്രം പോരാ, പ്ലാങ്ക് മാത്രം മതി. എടാ നമ്മളിപ്പോ നിക്കുന്ന ഈ ഒരു പ്ലേസ്, ഇതിന്റെ പേര് മൈൻക്രാഫ്റ്റ് എന്നാ. ഞാൻ വീട് പണിയടാ. എനിക്ക് വീട് കാണുന്നില്ല ഇവിടുന്ന്. ഇപ്പൊ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നതാ, നല്ല അടിപൊളി പൂച്ചക്കുട്ടി. നമുക്കൊരു മീനെ പിടിച്ചിട്ട് ഇവിടുത്തെ പൂച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാ. എടാ നീ ഇവിടെ, എനിക്ക് വീട് കാണുന്നില്ല, അതാ മെയിൻ പ്രശ്നം. പിന്നെ ഞാനുണ്ടല്ലോ. കണ്ട് നീ ഞാൻ വരുന്നു. ഓടി വരും ഞാൻ. ഇപ്പൊ വരാം. എന്റെ 36 പ്ലാങ് ഉണ്ട്. അയ്യോ താഴെ വീണ്. മേലെ പോവാൻ ഡേർട്ട് വെച്ചു. പ്ലാങ് എങ്ങനെയായിരുന്നു തരുന്ന മറന്നു, പുറത്തിടാൻ പറ്റുന്നില്ല. അയ്യോ, ഇത് പുറത്തിടാൻ പറ്റുന്നില്ല. ഹോൾഡി കിട്ടിയില്ലേ? പോരെ, വെട്ടിക്കൊണ്ടിരുന്നു. ഇത് പോരാന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി രണ്ടിനും റൂഫൊക്കെ കെട്ടണം. അങ്ങനാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയി. എടാ സെക്കൻഡ് ഫ്ലോറിന് റൂഫും ഗ്ലാസ് ആക്കണം. വേണ്ട അത് വെക്കാന്നൊക്കെ നല്ല പണിയാ. നല്ല പണി, പക്ഷെ അത് വെക്കാൻ നല്ല പണിയാ. ഇപ്പോ എടാ നമ്മുടെ സെക്കൻഡ് ഫ്ലോർ, എടാ നമ്മുടെ ഇതിന് മേൽക്കൂര പറയുമ്പോ ആ ഒരു ഓട് പോലത്തെ ആ സംഭവം ഇല്ലേ? അതെന്താ നീ അങ്ങനെ വെച്ചേ? നീ എന്താ അങ്ങനെ വെച്ചേ? വെക്കാനാണോ? അല്ല ഇല്ല പറഞ്ഞു. ഇല്ലേ? അതെങ്ങനെ പണി? അല്ലടാ, എൻ്റെ വേറൊരു പ്ലാൻ ഉണ്ട്. ഒരു ഡെക്കറേഷൻ പോലത്തെ ഒരു പ്ലാനാണ്. അത് കാരണം ആ സംഭവമാണെങ്കിൽ ഈ ഒരു മേൽക്കൂര ഓട് പോലത്തെ ആ സംഭവം പറ്റത്തില്ല. ഇത് ടെറസ്. ഞാൻ ഒരു സാധനം തരാം, നീ കത്തിച്ച് വീട്ടിന്റെ ഉള്ളിൽ വെച്ചേരാ. കിട്ടുമ്പോ തന്നെ കത്തിച്ചാൽ നോക്കുന്ന. എടാ എനിക്ക് ഒട്ടുമില്ല, ഞാൻ ഇപ്പൊ ചാവും. അത്രയും ലൈഫ് കുറവാ. ഞാൻ കണ്ട കുറച്ച് മിനിറ്റ് വേണം. ഞാൻ കഴിച്ച് കഴിഞ്ഞടാ. വേറൊരെണ്ണം ഞാൻ ഒപ്പിക്കാം. നീ എനിക്കൊരു സാധനം തരാം, വീട്ടിനകത്ത് കത്തിച്ച് വെക്കുന്ന. ഇതല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതാകാൻ തോന്നുന്നു. അതായത് വേറെ സ്റ്റിക്കാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിക്കാണെങ്കിൽ കൈ വെച്ചു, കുഴപ്പമില്ല. എന്നാ സ്റ്റിക്കാടാ? നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ച മറ്റേ ലൈറ്റ് ഇതാന്ന് ഉദ്ദേശിച്ച കണ്ടപ്പോ. കുഴപ്പമില്ല, ഞാൻ പ്ലാൻ ഇപ്പൊ ഒരു കെട്ട് പ്ലാൻ വരുന്നുണ്ട്. നീ നെട്ട് കൈ കിട്ടുമ്പോ എത്രാന്ന്. ഓക്കെ, ഇങ്ങനെ തീരുന്നില്ല, തീരെ ഇത്തിരി സമയം എടുക്കും. ഉണ്ടായി തീരണ്ടേ? ഈ വീട് പണി വരുമ്പോ ഞാൻ മേലെ കയറാനും ഇറങ്ങാനൊക്കെ കുറെ ടെമ്പററി ബ്ലോക്സ്. ഈ സാധനമാണെങ്കിൽ എനിക്ക് കാണുമ്പോ ദേഷ്യം വരും. അവിടെ ഇവിടെ എടുത്തു നോക്കാം എത്ര കിട്ടിയെന്ന്. പ്ലാൻ എനിക്ക്
ആ ഓക്കെ, ഇഷ്ടം പോലെ കിട്ടി, മതി. ഇനി നീ കുറച്ചു നേരം വിശ്രമിച്ചു. എടാ ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫ് തീർക്കട്ടെ ആദ്യം. ലൈറ്റ് കത്തിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഗ്ലാസ് ഞാൻ വെക്കില്ലേ, വിൻഡോ വെക്കില്ലേ, പിന്നെ ഇപ്പൊ നോക്കാം. ഞാൻ ഓടിപ്പോയിട്ടെ എനിക്ക് വല്ല തിന്നാനുണ്ട്. എടാ 2 ബെഡ് എടുത്തിട്ട് വരും വില്ലേജിൽ നിന്ന്, ഏതെങ്കിലും വീട്ടിൽ നിന്ന് 2 ബെഡ് എടുത്തിട്ട് പോവാം. ഓക്കേടാ, ഫസ്റ്റ് ഫ്ലോർ ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. മട്ടൻ കിട്ടി, ഞാൻ മട്ടൻ തിന്നട്ടെ കണ്ടല്ലേ. എടാ മട്ടൻ ബിരിയാണി വെച്ചാലോ, അറിയോ നിനക്ക് മട്ടൻ ബിരിയാണി വെക്കാൻ? തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ബ്ലാക്ക് വൂള് കിട്ടി. എന്നാ നീ എടുത്തോ, ആവശ്യം വരുന്നു. ആടാ നീ വെച്ചോ അത് നമുക്ക് സ്റ്റോർ ചെയ്യാം നമ്മുടെ ചെസ്റ്റുകളിൽ. ചെസ്റ്റ് കേട്ടോ, എന്നാ ഞാൻ പോയി 2 ബെഡ് എടുക്കാനുള്ള 2 ബെഡ്. എടാ നമ്മുടെ 2nd ഫ്ലോറിന് ഹൈറ്റ് കൂട്ടണം. ബെഡ് എടുത്തിട്ട് വരാനും പോയി. ഒരു വെള്ള ബെഡാണ് എടുക്കുന്ന. എടാ 2 ബ്ലോക്ക് വെച്ചുള്ളൂ, ഞാൻ 3 ബ്ലോക്കാണ് പണിഞ്ഞ്. ഹൈറ്റ് കൂട്ടണം, നമുക്ക് നിക്കാൻ പറ്റുന്നുണ്ട്. മതിയില്ലേ, ഇതൊക്കെ മതിയില്ലേ, ഇത്ര മതി. ഒരു ബെഡ് എടുത്ത് ഇനി ഒരു ബെഡും കൂടെ എടുക്കണം. ഏതാ കളർ? മഞ്ഞ എടുത്തോട്ടെ, എനക്ക് വേണ്ടല്ലോ മഞ്ഞ കളർ ബെഡ്. അയ്യോ ഏതൊക്കെ കളറുള്ളേ? വെള്ളയും മഞ്ഞയും. 2 മഞ്ഞയുണ്ടോ? തൽക്കാലത്തേക്ക് നീ മഞ്ഞ എടുത്തിട്ട് പോവാ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ബെഡ് വാങ്ങാം എടുക്കാം. മഞ്ഞ നീ എടുത്തോ, എന്നാ കുഴപ്പമില്ല, എനിക്ക് ബെഡ് കിട്ടിയാ മതി. കളർ എന്തിനാ? താഴെയൊക്കെ സെറ്റ് ചെയ്തിട്ടാ ബെഡ് കൊണ്ട്. നീ അവിടെ വന്ന് വെച്ചോ, ഒരു നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക്. ഞാനേ ചാടി ഒന്ന് കേറട്ടില്ല. നമ്മൾ ഈ ഒരു വീട് പണിയുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി ബാക്കി തുടങ്ങാം. ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് കാണുമ്പോ 18 മിനിറ്റ് 19 മിനിറ്റ്. ഇപ്പൊ എത്ര മിനിറ്റ് ആയി വീഡിയോ? എന്താ ഇതും കൂടി ചേർത്ത് ഇപ്പൊ 18 മിനിറ്റ് തികഞ്ഞുണ്ടോ? ഞങ്ങളിവിടെ ഇപ്പൊ 1.5 മണിക്കൂറായിട്ട് ഇതിന്റെ പിറകെ ഈ വീട് പണിയാ. പക്ഷെ എന്താ വെച്ചാല് ഈ മരമൊക്കെ വെട്ടി വരുമ്പോഴേക്ക് നല്ല ടൈം എടുക്കും. പിന്നെ ഈ ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസ് നമ്മൾ സാൻഡ് എടുത്ത് സാൻഡിനെ ഗ്ലാസ് ആക്കി സ്മെൽറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അത് കാരണം നല്ല ടൈം എടുത്തു. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇനി കളിക്കാൻ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളോട് നല്ലൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരിക്കലും വീഡിയോ ഇട്ടോണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കില്ല. എന്റെ ഭ്രാന്തായി പോയി. ഏതിലൊക്കെ നെറ്റണല്ല, ഞങ്ങൾ വീഡിയോ നിർത്താൻ വരെ പോയി ഒരു വട്ടം. കൈ ഇങ്ങനെ മാറി മാറി ഞങ്ങൾക്ക് വയ്യാണ്ട് ആയിട്ട് അടുത്ത പാർട്ടിൽ വീഡിയോ ഇതാക്കാന്നൊക്കെ, അടുത്ത പാർട്ടിൽ ഫുൾ ഇതാക്കാന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. പിന്നെ വീട് പണി പക്ഷെ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോ വീട് കൊടുക്കാന്ന് അങ്ങനെ വിചാരിച്ചില്ലേ. അതൊക്കെ ഇനി പണിയെടുക്കണമെങ്കിൽ അടുത്ത 1 മണിക്കൂർ വേണം. എന്നാലും കുഴപ്പമില്ല, ഒരെണ്ണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിർത്തും. അതാ ഇതാണ് എത്ര പ്ലാങ്ക് അടിച്ചോ ഞാൻ വെട്ടിയ, എത്ര പ്ലാങ്ക് എനിക്കറിയത്തില്ല. കഴിവും എന്റെ പൊന്നെ. നിങ്ങൾ ലാസ്റ്റ് കണ്ട 94 പ്ലാങ്ക് കൊടുക്കുന്നതല്ലേ, അതിനുശേഷം പിന്നെ കണ്ടില്ലല്ലോ. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും കുറെ വെട്ടി അല്ലേ. അതാ ക്രാസ് നല്ല രീതിക്ക് പണിയെടുത്തു. അതായത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൽ തന്നെ ക്രാസ് ഇന്നാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. അതെ അതെ അതെ. സാധാരണ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പണിയെടുക്കാതെയാണ്, കാരണം എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഇങ്ങനെ ക്രാസ് അത്യാവശ്യം അയ്യോ പണി കിട്ടി, നല്ല പണി കിട്ടി. ഇനിയിപ്പോ ഇതൊക്കെ പൊളിച്ചു കളയണം, അല്ലെങ്കിൽ ആ ഗ്ലാസ് കാണാൻ. അതാ ഇതൊക്കെ എന്തായാലും പൊളിച്ചളി. നെക്സ്റ്റ് ഉദ്ദേശിച്ച ഡിസൈൻ ഇതാണ്. അപ്പം ഈ ഡിസൈൻ ഞങ്ങളിപ്പം എത്രയായാലും ഗൂഗിളിൽ നോക്കിയിട്ട് തപ്പിയെന്നറിയാവോ ഈ വീഡിയോ തുടങ്ങുന്നത്. അതായത് വീഡിയോ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഹൗസിന്റെ ഡിസൈൻ കുറെ ഗൂഗിളിൽ നോക്കി. അതാ പക്ഷെ ഞങ്ങൾ നോക്കണമെങ്കിൽ കുറെ ഹൗസിന്റെ ഡിസൈനും പിന്നെ ഞങ്ങളുടെ ഒരു ക്ലീശേ പരിപാടിയും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഞങ്ങളുടെ വീട് പണ്ട് വരെ കാണുന്നതായിരിക്കും മനസ്സിലാക്കാം. ഞങ്ങളുടെ വീട് ഞങ്ങളപ്പം മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട് എന്ന് മൈൻക്രാഫ്റ്റ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാക്കാം.
ആ പിന്നെ ഞങ്ങളുടെ ഹൗസ് ഞങ്ങൾ പഴയ രീതിയിൽ തന്നെ ക്ലീശ രീതിയിൽ തന്നെയാണ് പണിയിരിക്കുന്നത്. മേളത്തല്ല ഗ്ലാസ് താഴത്തല്ല. അത് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സിഗ്നേച്ചർ സാധനമാണ്. അത് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ മറ്റേ ദളപതിയുടെ ഇതില്ലേ എന്തായിരുന്നു മറ്റേ കൈ പൊക്കിയുള്ളൂ അതേ കണക്കത്തെ സിഗ്നേച്ചർ നമ്മുടെ സാധനമാണ്. അതെ 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 അതെ. അപ്പൊ നമ്മുടെ സിഗ്നേച്ചർ ആണ് ഈ ഒരു സ്റ്റൈല്. മാത്രമല്ല ഈ സ്റ്റൈല് ഞങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തറിയോ ഇതേ സ്റ്റൈലിലുള്ള ഡിസൈൻ കിട്ടാൻ, പക്ഷെ കുറെ ഒന്നും കിട്ടിയില്ല. പിന്നെ അവസാനം പ്രാന്തെടുത്തെടുത്ത് കുറെ തപ്പി വീഡിയോയുടെ കണ്ടന്റ് പ്ലാൻ ചെയ്ത് കഴിയാറായപ്പോ എങ്ങനെ ഒരു ഡിസൈൻ അല്ലേ. അതാ ഞങ്ങൾ ഇത് കുറെ യൂട്യൂബ് നോക്കി കുറെ ഗൂഗിളും നോക്കി അവസാനം മടുത്തുപോയി. ഞങ്ങളുടെ പ്ലാനിനനുസരിച്ചുള്ള ഒരു ഇത് വന്നില്ല. പിന്നെ അവസാനം ഈ ഔട്ട്ലുക്ക് എങ്ങനെയൊക്കെ അതാ ഇത് പിന്നെ ഇതൊന്നും അല്ല ഈ സിഞ്ഞിയുണ്ട് ഇതിനെ ഞാൻ ചെയ്യേണ്ടതുണ്ട് സംഭവം. ആ വീഡിയോയിൽ അവര് കൊടുത്തിരിക്കുന്നത് സാധാരണ സീരീസിലും പ്രാങ്ക് ഒക്കെ വെച്ച് നല്ല പണിയെടുക്കും. പക്ഷെ ഈ സീരീസിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കും. പ്രാങ്ക് മാത്രമല്ല ചെറുതായിട്ട് വീടിന്റെ ബിൽഡിങ്ങിലും സഹായിച്ചു. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത സമയത്ത് ക്രാഷ് ഓണ് ഗ്ലാസ് ഒക്കെ കുറെ ഗ്ലാസ് ഒക്കെ ക്രാഷ് ഓണ് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കിനി അതുവരെ പോകണ്ടടാ, നമുക്കിനി ഇവിടെ വന്ന് കിടന്നുറങ്ങിയാൽ മതി. അതാ ഇത്ര നേരം വില്ലേജ് വരെ പോയി. ഞാൻ ഓടിപ്പോയി ആ ബെഡിങ് എടുത്തോണ്ട് വന്നേ വെറുതെ സമയം കളഞ്ഞില്ല. ബെഡൊക്കെ ക്രാഷ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ പതിഞ്ഞു മറന്നുപോയി. ആ പതിഞ്ഞായിരുന്നല്ലേ. ആ ഓർമ്മ. അങ്ങനെ ഈ സ്റ്റെയർ ഒക്കെ വെച്ചു. നെക്സ്റ്റ് സ്റ്റെയർ നമുക്ക് പിന്നെ കാണിച്ചു കൊടുത്താൽ അതേ ഇപ്പൊ കടിച്ചു കൊടുക്കും. ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വെക്കല്ലേ. ഇത് റിയലി 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 ലോങ് വീഡിയോ ആണ്. ഓക്കെ ഇപ്പൊ എത്ര ആയി? ഇപ്പോ 21 മിനിറ്റ് ഉണ്ടോ? ഒരു 30 മിനിറ്റിൽ ഒതുക്കാം. ഇതെന്തിനാ ഈ പ്ലാങ്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്? അത് ടെമ്പററി ബ്ലോക്ക്. എനിക്ക് അങ്ങനെ കേറി പോവാ. എനിക്ക് എന്നിട്ട് പണി കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനല്ലേ താഴോട്ട്? അതോ അത്രേ ഉള്ളോ? ഇങ്ങനല്ലല്ലോ ഈ സൈഡും കൂടി ഇല്ലേ? ഈ സൈഡ് ആ സൈഡ് വെച്ചാ നമ്മുടെ വീടിനൊരു രസം ഉണ്ടാവില്ല. പിന്നെ ഇത് ഒരു എൽ ഷേപ്പാണ്. ഓ എല്ല്. എല്ല് ഞങ്ങൾ ശരിക്കും ആ ഒരു ഡിസൈനെ വിളിച്ചത്. ഞാൻ ഇപ്പൊ പറയും ഈ സൈഡും കൂടെ വരുന്ന. പക്ഷെ നെക്സ്റ്റ് അത് ഇങ്ങനെ ആക്കി മാറ്റി. ഒരു പ്ലാനും ഇല്ലാതെ. ഇത് പിന്നെ യൂട്യൂബിലില്ലേ മോഡേൺ ഹൗസ് ബിൽഡ് എന്നൊക്കെ പണ്ട് കുറെ വീഡിയോ ഉണ്ട്. അതിൽ ഇതിന്റെ വേറൊരു ടൈപ്പ് സാധനമാണ്. ഇതുപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് വരണ്ടിയില്ല. ഞാൻ വരണ്ടിയത് ഒട്ടും നോക്കില്ല. അതാണ് എനിക്ക് കാണാൻ പറ്റാതായി പോയതും അത് കാരണം അല്ലേ. സത്യം. ഇതാണ് ഞങ്ങളുടെ മൈൻക്രാഫ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദേഹം എടുത്ത് പണിഞ്ഞത് ഇന്നാണ്. പിന്നെന്താണ് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. ഇന്നിപ്പോ ഫർണിച്ചർ പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ വീഡിയോ നിർത്തും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു വേറെ സ്പെഷ്യൽ കാര്യം, നമ്മുടെ ഈ വട്ടത്തെ സീരീസ് എൻലെസ് ആയിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ വട്ടത്തെ സീരീസ് മുടക്കത്തില്ല എന്ന് ശപഥം എടുത്തിട്ടുണ്ട്. അതാ സത്യം. ഞാൻ ഇടയിൽ ഒരു സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ആ വേൾഡ് എൻ്റെ പോയി. പിന്നെ എനിക്ക് മടുത്തിട്ട് ഞാൻ നിർത്തിപ്പോയി. പിന്നെന്താണ്, പിന്നെ അന്ന് ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഡിവൈസ് ഇഷ്യൂ, അങ്ങനെ പല ഇഷ്യൂ, അങ്ങനെ ഞങ്ങൾ കുറെ റീസൺ വെച്ച് അതൊക്കെ നിർത്തിപ്പോയി. ഇതെന്തായാലും ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റോറി. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പലരും ഈ വീഡിയോസ് ഒന്നും കണ്ടു കാണത്തില്ല. കാരണം ഈ ചാനൽ പൊങ്ങി വന്നിട്ട് ഇപ്പൊ 1 മാസം ആവുന്നില്ലല്ലേ. അതാ 1 മാസം തികഞ്ഞിട്ടുണ്ടായില്ല. നെക്സ്റ്റ് എന്നോട് ഇഷ്ടം പോലെ അതൊന്നും ആരും കണ്ടിട്ടില്ല. ഒരു വ്യൂ എനിക്ക്. അതാ എൻ്റെ ചാനൽ എടുത്തു നോക്കുന്ന ചിലർക്ക് ക്രാസോനെ അറിയണ്ടാവും. ക്രാസോനെക്കാട്ടിലും മുമ്പ് ഞാൻ ഇവൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മള് വീട് പണി ഇപ്പം വീടിന്റെ ഡിസൈനും പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മള് ഫർണിച്ചേഴ്സാണ്. അതാണ് ഞാൻ ഒരു 10 ജസ്റ്റ് തൽക്കാലത്തേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വന്ന് ഒന്നും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. മേളിൽ മൊത്തം ചെസ്റ്റ് ആണ്, താഴെ മൊത്തം കിടപ്പ്, കുളിപ്പ്, സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ പതിയെ പണിയും. അതാ സ്വിമ്മിംഗ് പൂള് എവിടെ വീട്ടിൻ്റെ ഉള്ളിൽ പണി ഞാൻ എടുത്തുണ്ടാവത്തില്ല. വീട്ടിന്റെ പുറത്തായിരിക്കും.
പക്ഷെ വിനാസ് കണ്ടൊരു ചെക്കനുണ്ട്, അവൻ ചിലപ്പോൾ വരും, ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ വരും. ചിലപ്പോ വരും. പുള്ളിക്കാരൻ ഞങ്ങൾ പണ്ട് വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഇടക്കിടയ്ക്ക് അതാ മാവേലിയ. സ്വീഡിഷ് പിള്ളേക്കാണ് ചേർന്ന സമയം മക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ 1.5 മണിക്കൂർ ഓഫ് ക്യാമറയിൽ ഞങ്ങളൊന്നും പണിയെടുത്തത്. ഓക്കെ, ക്രിയേറ്റീവ് ഒന്നല്ല ഇപ്പോഴേ പറയാ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കുറേ പേര് വന്ന് ക്രിയേറ്റീവ് പറഞ്ഞ് കുറേ എണ്ണം വന്ന് ചരയ്ക്കും. ക്രിയേറ്റീവ് അല്ലേ ഇപ്പോഴേ പറയാ. ഇടയ്ക്കിനൊക്കെ അവരൊക്കെ അവിടെ ചിലവിട്ട് നേരെ വഴി പണി ചെയ്യുന്നവര് നേരെ വഴി തന്നെ പണി ചെയ്യുന്നുണ്ട്. അതാ ഇപ്പൊ ഞങ്ങളുടെ കോള് ലോകം എന്ത് കാണാമെങ്കിൽ ചിലപ്പോ നിങ്ങൾ പറയും ക്രിയേറ്റീവ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ കോള് 2-3 വട്ടം കട്ട് ചെയ്താ ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളുടെ നെറ്റിന് നല്ല ഇഷ്യൂ, പ്രത്യേകിച്ച് നെക്സ്ട്രോളം. എന്റെ വൈഫ് എന്റെ ഗെയിമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിക്കുന്നത് അറിയോ? 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട്. നെക്സ്ട്രോ പല രീതിയിലാണ് കഷ്ടപ്പെട്ടാ, ഞാനും പല രീതിയിൽ. സത്യം. ഇനി ഞാൻ മൈൻക്രാഫ്റ്റ് സംഭവം ഞാൻ ഇന്നത്തെ ഇത്ര മതി കൊണ്ട് നിർത്തി പോവാൻ വരെ നിന്ന്. കാരണം അമ്മാതിരി പ്രശ്നങ്ങൾ, നെറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കൊരു കോമഡിയാണെന്ന്, വൈഫൈ ഉള്ള ഈ വീട്ടില് ഞാനിങ്ങനെ കറക്റ്റ് ബെഡ് എടുക്കാൻ പോയിട്ട് വന്ന് നമ്മൾ വീട് കട്ട് ചെയ്തില്ലേ ബ്രോ, കഴിഞ്ഞപ്പോ ഈ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? പ്ലാങ്ക് വെട്ടാൻ പോകുന്നു പറഞ്ഞു പോയാൽ ഞാൻ പിന്നെ ഈ വഴി വന്നിട്ടില്ല. പ്ലാങ്ക് വെട്ടാൻ എടാ പ്ലാങ്ക് വെട്ടിയിട്ട് വരാൻ വേണ്ടിട്ട് പോയതാ. പിന്നെ കോളിട്ട് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, അതും വന്ന് പിന്നെ പുള്ളിയെ കുറച്ച് ഒരു 10-15 മിനിറ്റത്തേക്ക് കാണാണ്ടായി. പിന്നെ മറ്റേ മാർവെല്ല താനോസ് സ്നാപ്പ് ചെയ്തപ്പോ അവഞ്ചേഴ്സിനെ കാണാതെ തിരിച്ചു വന്നു. അതാ അങ്ങനെ വന്ന് അത് എന്നെ കോള് വിളിച്ചില്ല, അങ്ങനെ ജോയിൻ ആവുകയോ ചെയ്ത്. എന്നിട്ടാണ് എന്നെ കോൾ വിളിച്ചത്. അതെ. പിന്നെ ഇപ്പൊ ബ്രോ പ്ലേറ്റ്, അതായത് പേരടിക്കുന്ന സാധനം കൊണ്ടുപോവാ. പേരടിക്കണോ? അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം. അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാല്ലേ? അതാ അടുത്ത എപ്പിസോഡിൽ നമ്മള് മൈനിങ് ആവും ഗൈസ്. മൈനിങ്ങിന് മുമ്പ് ഈ സൈൻ ബോർഡൊക്കെ ചെയ്തിട്ടാവും നമ്മൾ മൈനിങ് ഉണ്ടാക്കുക. പിന്നെ മൈനിങ് മിക്കവാറും ഇതിപ്പോ 2nd പാർട്ടല്ലേ, ഒരു 5th പാർട്ടായിരിക്കും മൈനിങ് ചെയ്യും. കാരണം 5th പാർട്ടിൽ മൈനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് അക്യൂരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അടുത്ത പാർട്ട് നമ്മൾ ജസ്റ്റ് ഒരു മൈനിങ് ട്രയലാണ്, ഒരു ഹാർഡ് കോർ മൈനിങ് ഒന്നുമല്ല. ഹാർഡ് കോർ അടുത്ത പാർട്ട് മൈനിങ് അല്ലേ ബ്രോ? അടുത്ത പാർട്ട് വീണ്ടും ഫർണിച്ചർ സെറ്റ് ചെയ്യാറുണ്ട്, പിന്നെ ഫാമിങ് സെറ്റ് ചെയ്യാറുണ്ട്. ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ബ്രോ, ആ സൈനും വെച്ച് നമ്മൾ നിർത്തും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഒരു ട്രയൽ ഇതാക്കാം. ട്രയൽ മൈനിങ്, ചെറിയ മൈനിങ്. നെതറൊന്നും പോകത്തില്ല കേട്ടോ. നെതറൊക്കെ നമ്മൾ മെല്ലെ പോകത്തുള്ളൂ, മെല്ലെ വെച്ചാ അടുത്തന്നെ പോവും. 20 എപ്പിസോഡിൽ പോവും. അങ്ങനെ 20 അല്ല, ഒരു 10 അല്ലെങ്കിൽ ഒരു 18 മാക്സിമം, അതിൽ കൂടുതൽ പോകത്തില്ല. ഏതെങ്കിലും കാരണവശാൽ ലേറ്റ് ആയാ ഓക്കെ. പിന്നെ ഈ വെക്കേഷൻ അതിനെ അറിയാലോ, ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ വീഡിയോ ഇടാൻ പറ്റൂ. 10ാം ക്ലാസ്സാണ് രണ്ടുപേരും. അത് ശനിയാഴ്ച ഞായറാഴ്ച ചിലപ്പോ അപൂർവമായിട്ട് വരും, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ചിലപ്പോ ഉണ്ടാവും. അപ്പം ശനി ഞായറും വന്നില്ലെങ്കിൽ ആരും നിർത്തിയൊന്നും പോലെ കാണണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓഫ് ക്യാമറയ്ക്ക് ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. ഇനിയിപ്പോ ഓൺ ക്യാമറയിൽ വേണമെങ്കിൽ ലൈവ് അങ്ങ് വരാം. അതാകുമ്പോ ഇവർക്ക് തെളിവായി കാണിച്ചു കൊടുക്കാൻ. നമുക്കൊരു ലൈവ് ഒരു ദിവസം പോകും, ഒരു 10-30 എപ്പിസോഡാവട്ടില്ലേ? അതാ 30 ഒരു 25ാമത്തെ എപ്പിസോഡ് ലൈവ് ആവും. ഓക്കെ. അപ്പം പിന്നെ ഈ മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡ്സ് ലോങ് ആയിരിക്കും. വെറുപ്പിലൊന്നും പറഞ്ഞ് നിർത്തിപ്പോണം, കാണേണ്ടവർക്ക് കാണാം. എല്ലാവരും മിക്ക ആൾക്കാരും മൈൻക്രാഫ്റ്റ് സുധി തന്നെ എടുത്തു നോക്കിയാൽ 30 മിനിറ്റ് ഒക്കെ ആവറേജ് മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പൊ ഇതൊരു ആവറേജ്. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. വ്യൂസ് കുറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ 100 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ശബ്ദം എടുത്തിരിക്കുക, അത് ചെയ്തിരിക്കും. പിന്നെ മാത്രമല്ല എല്ലാത്തിനും നല്ല ലെങ്ത്തും കാണും. ഓക്കെ, അതാണ് കാരണം ഇത് സ്റ്റാർ പാർട്ടി മൾട്ടിപ്ലെയർ അല്ല. കാർ കിട്ടുന്ന മാത്രമല്ല ഇതിന്റെ പ്രയോറിറ്റി. വീട് കെട്ടണം, ചെസ്റ്റ് കെട്ടണം, ഫർണിച്ചേഴ്സ് കെട്ടണം, ഓരോ മെറ്റേഴ്സ് എടുക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോറിറ്റി. ഇത്രയും പ്രയോറിറ്റീസ് ഉള്ള ഗെയിമിൽ ലെങ്ത് വീഡിയോ അല്ല, പിന്നെ ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റും. അതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കുക്കഡ് ഫുഡ് വെച്ച് പേതാജി. സോ ഗൈസ്, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കൂടുതൽ ചലിക്കുന്നില്ല. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കടന്ന് ചലിച്ചാൽ അത് നിങ്ങൾക്കൊരു വെറുപ്പിക്കലായിരിക്കും, ഒരു കാര്യമില്ലാണ്ടായി പറയല്.
അതെ 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 അതെ. അപ്പൊ ഇന്നത്തെ ചിലക്കൽ നിർത്തി, ഇനിയിപ്പോ നമുക്ക് നാളെ ചലിക്കാൻ വരാം. അപ്പൊ അതായിരിക്കും. ശരി, ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.